ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഏട്ടത്തിയമ്മയോട് തുറന്നു പറഞ്ഞത്. ഏട്ടത്തിയോടായതുകൊണ്ട് കുഴപ്പമില്ല സത്യേട്ടാ, അവരെല്ലാം അറിയുന്നവരല്ലേ. നിങ്ങളുടെ കുടുംബത്തിന് ദോഷം വരുന്നതൊന്നും അനുചേച്ചി ഇപ്പോഴും ചെയ്യില്ല എന്നാ എന്റെ വിശ്വാസം. അതെ, ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാ ഞാനും പറഞ്ഞത്. എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാലെങ്കിലും പ്രതിഭയ്ക്ക് കാര്യം മനസ്സിലാവില്ലെന്ന് വെച്ചു. അവൾ ഇനി വീട്ടിൽ വന്നാൽ ശരിയാവില്ല, അതുകൊണ്ടാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സത്യേട്ടാ, പക്ഷേ അമ്മയെ പേടിച്ച് പ്രതിഭയെ സ്ഥിരമായി അവളുടെ വീട്ടിൽ നിർത്താമെന്ന് വിചാരിക്കരുത്. അമ്മയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അമ്മയുടെ സമ്മതത്തോടെ പ്രതിഭയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. സത്യേട്ട മനസ്സ് വെച്ചാൽ അത് നടക്കും. ഇല്ല ഇന്ദു, ഞങ്ങളുടെ അമ്മ ഒരു കാര്യം തീരുമാനിച്ചാ അത് ഒരു കാലത്തും മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഞങ്ങളുടെ ഇതുവരെയുള്ള അനുഭവം അതാ. അത് വല്ലാത്തൊരു മനസ്സ് തന്നെയാണല്ലോ. കുടുംബത്തിലൊരു കുഞ്ഞു ജനിക്കുന്നതിന് ആരും പോസിറ്റീവായല്ലേ കാണൂ. എന്തിന്റെ പേരിലായാലും ആ ജീവനെ ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിക്കോ? അമ്മയുടെ വിശ്വാസം ആ ജീവൻ നിലനിന്നാൽ ഞങ്ങളുടെ കുടുംബം തകർന്നു പോകുന്ന. ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ആരാ ആന്റിയിൽ കുത്തിവെക്കുന്നേ? ആദ്യം അവന്മാർക്കിട്ടാ നാല് കൊടുക്കേണ്ടത്. അതോടെ അമ്മ നേരെയായിക്കോളും. എന്ത് തന്നെ ചെയ്താലും അമ്മയുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ ഞങ്ങൾ മക്കൾ വിചാരിച്ച് നടക്കുമെന്ന് തോന്നുന്നില്ല. അതെ, ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കാം. ശരി, സത്യേട്ടന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. വരുന്നോ പ്രാർത്ഥിക്കാൻ? കൂട്ടപ്രാർത്ഥന ചിലപ്പോ ഫലിച്ചാലോ. എന്തു പൊയ്ക്കോ, എനിക്ക് ഓഫീസിലെത്തണം. ഇപ്പൊ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. സത്യേട്ടൻ ലേറ്റ് ആയാൽ ആര് ചോദിക്കാനാ? MDയുടെ സ്വന്തം ആളല്ലേ. അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റി കൂടുതലാ. സ്റ്റാഫിന് മാതൃകയാവേണ്ട ഞാൻ തന്നെ പഞ്ച്വാലിറ്റി ഇല്ലാതെ നടന്നാൽ എങ്ങനെയാ? ശരി ശരി, എന്നാ വൈകണ്ട, വേഗം വിട്ടോ. ശരി, ഓക്കെ, ബൈ. ഓക്കെ, ശരി. ആ അമ്പിളിയോ? നീ എന്താ അമ്പിളി ഇവിടെ? ഞാനേ സുഷമയുടെ വീട് വരെ വന്നതാ. അവൾക്ക് 2 ചുരിദാർ തയ്ക്കാനോടൊന്ന് പറഞ്ഞിരുന്നു. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ട് വരുമായിരുന്നില്ലേ അമ്പിളി? ആന്റി ഇന്ന് മകളുടെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞിരുന്നില്ലേ? മാത്രമല്ല, ഞാൻ ഇന്നലെ രാത്രി വിളിച്ചപ്പോ ആന്റിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ ഫോണിൽ ചാർജ് ഒന്നും നിക്കൂല അമ്പിളി. പുതിയ ഒരെണ്ണം വാങ്ങിക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് വാങ്ങിക്കാന്നേ. കുറച്ച് കാശ് ഞാനും തരാം. ശരി, എന്നാ ഞാൻ പോട്ടെ, ബസ് ഇപ്പൊ വരും. അല്ല ആന്റി, ആന്റിയുടെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. രാത്രി ഞാൻ ഫോൺ വിളിച്ചതും അതിനു വേണ്ടിയാ. എന്താ അമ്പിളി? ആന്റി അച്ഛന്റെ മുറിയിലിരുന്ന പഴയ സാധനങ്ങളൊക്കെ ഇട്ടുവെച്ചിരുന്ന ഒരു പെട്ടി പുറത്ത് കൊണ്ടുവച്ചിരുന്നില്ലേ? ആ അതെ. അമ്പിളിയുടെ വല്ലതും ഉണ്ടായിരുന്നോ അതില്? ആ ഉണ്ടായിരുന്നു. എന്റെ പഴയ ഫോണും പിന്നെ ചെറുപ്പം മുതൽ ഉപയോഗിച്ചിരുന്ന കുറച്ച് ഫാൻസി ആഭരണങ്ങളും മറ്റും ഒരു തുണിയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒരു ഓർമ്മയ്ക്ക് എന്തെങ്കിലും എടുത്തു വെച്ച് നോക്കാലോ എന്ന് കരുതി സൂക്ഷിച്ചതാ. അയ്യോ, അത് അമ്പിളിയുടേതായിരുന്നോ? എന്നിട്ട് ചീര് പറഞ്ഞത് അച്ഛൻ സൂക്ഷിച്ചു വെച്ച എന്തോ ആണെന്നാണല്ലോ. അല്ല, അച്ഛൻ സൂക്ഷിച്ചു വെച്ചതോ? അതെ. ആ ആന്റി, ആ പെട്ടി എവിടെയായിരുന്നു വെച്ചിരുന്നേ? അത് പുറത്തു വെച്ചിരിക്കുക. ഓ, നിറയെ പൊടിയാ. ഞാൻ ഈ ജോലി കഴിഞ്ഞിട്ടെ അതിലാവശ്യമുള്ള എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു വെച്ചേക്കാം. ആന്റി കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. മക്കളെ പാല് കുടിച്ചുറങ്ങി. അച്ഛൻ പണ്ടേ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങളല്ലേ. ആവശ്യമുള്ളത് വല്ലതും അതിലുണ്ടെങ്കിൽ മഴയത്ത് നനഞ്ഞു പോണ്ട.
അതില് കാര്യമായിട്ടൊന്നുമില്ല. ദേ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ആക്രി എടുക്കാൻ വരുന്നവർക്ക് കൊടുത്തേക്ക്. ഓ, അതിലെന്തായിരുന്നു ചീരു? വല്ല വിലപിടിപ്പുള്ളതും ആണോ? ഏയ് വിലപിടിപ്പുള്ളതൊന്നുമല്ല. അച്ഛൻ സൂക്ഷിച്ചു വെച്ച പഴയ ഓരോ സാധനങ്ങളാ. ഓരോർമ്മയ്ക്ക് ഞാനിത് വെച്ചേക്കാന്ന് ആ, വിചാരിച്ചു. അത് നല്ലതാ. എന്താ അമ്പിളി, നീ സൂക്ഷിച്ചത് വല്ലതും ആ പെട്ടിന്ന് കാണാതായോ? ഏയ് അത് തന്നെ ഞാൻ സൂക്ഷിച്ച്. പിന്നെ അച്ഛന്റെ മുറിയിൽ വെച്ചതുകൊണ്ട് ചീരു അച്ഛൻ വെച്ചതാണെന്ന് വിചാരിച്ചതാ. ആ, എന്തായാലും അത് ചീരുന്റെ കയ്യിലുണ്ടല്ലോ. അമ്പിളി ചോദിച്ചാ മതി. എന്നാ ഞാൻ പോട്ടെ അമ്പിളി. ബസ് പോയാ പിന്നെ 2 ബസ് മാറി കയറണം മോളുടെ വീട്ടിലേക്ക് എത്താൻ. ശരി ആന്റി ഓ, പൊയ്ക്കോ. രഘുവേട്ടാ, ഇതാ ചായ. അമ്പിളി പോയത് കാരണം നിനക്ക് ബുദ്ധിമുട്ടായല്ലേ? അയ്യോ, ഇതിലെന്ത് ബുദ്ധിമുട്ടാ രഘുവേട്ടാ? പത്രത്തിൽ നിന്നും സ്വർണ്ണക്കടത്തിന്റെ ന്യൂസ് ഉണ്ട്. അതിലെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി പൈസയൂല. അവൻ രക്ഷപ്പെട്ട മാഫിയ സംഘത്തിൽ നിന്ന് രഘുവേട്ടൻ ഊരാൻ പറ്റുമോ? അതോ രഘുവേട്ടന്റെ കുരുക്ക് കൂടുതൽ മുറുകോ? അതിലെന്ന് എസ് പിക്ക് കൊടുത്ത മൊഴി എനിക്കതിലൊരു പങ്കുമില്ലെന്ന. ഇനി അവൻ ആ മൊഴി മാറ്റിയല്ല കുഴപ്പം. അങ്ങനെ അവൻ മൊഴി മാറ്റുന്നെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? എല്ലാവരും അവനവന്റെ രക്ഷയല്ലേ ചീരു നോക്കൂ. അതിന്റെ ആരോഗ്യം അവനെ തിരിച്ചു കിട്ടിയ ഗോൾഡ് മാഫിയ അവന്റെ മേലെ പിടിമുറുക്കും. കാണാതായ 1 കിലോ സ്വർണത്തിന് അവൻ ഉത്തരം പറയേണ്ടി വരും. അതിന്ന് രക്ഷപ്പെടാൻ അവൻ എന്റെ പേര് പറഞ്ഞാലും പോരെ. ആരെന്തു പറഞ്ഞാലും രഘുവേട്ടൻ അതിലൊരു പങ്കുമില്ലെങ്കിൽ ഏത് ചോദ്യത്തെയും ഉറച്ചു നിന്ന് നേരിടാനുള്ള ഒരു ചങ്കൂറ്റം രഘുവേട്ടൻ ഉണ്ടാവേണ്ടതല്ലേ? ഈ ഗോൾഡ് മാഫിയയുടെ കരുത്തിനും പിന്നെ നെറ്റ്വർക്കിന്റെ മുമ്പിലൊന്നും ഒരു വ്യക്തിയുടെ ചങ്കൂറ്റത്തിന് വിലയില്ല ചീരു. പണ്ടത്തെ പോലെ ഒറ്റത്തടിയായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. പക്ഷെ ഇപ്പൊ കുടുംബത്തിന്റെ സുരക്ഷ കൂടെ നോക്കണ്ടേ? ഇത്രയൊക്കെ ചിന്തിക്കുന്ന ആളാണ് രഘുവേട്ടനെങ്കിൽ എന്തിനാ രഘുവേട്ടൻ അത് ചെയ്ത്? എന്തെയ്തെന്ന്? ഒന്നും ചെയ്തില്ലേ? ആ സ്വർണം എടുത്തത് രഘുവേട്ടനല്ലേ? ചീരു, നീ ഇതെന്തൊക്കെയാ ചീരു ഈ പറയുന്നേ?